ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10 പോർട്ടൽ നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ കൊടി പാറി പറപ്പിക്കാൻ പോവുകയാണ്. 10 പോർട്ടലിന് ശേഷം നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നാണ് ഇവിടെ റീഡിങ്ങിൽ ടോപ്പിക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 10 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് ഒരു റിലാക്സ് ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒക്ടോബർ മന്ത് നിങ്ങളിപ്പോൾ 10ൻ്റെ ആ ഒരു എനർജി ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് 1ൻ്റെ എനർജിയിലേക്ക് നിങ്ങളെ ഡെസ്റ്റിനി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ അവിടെ എത്തിക്കും 1ൻ്റെ എനർജിയിൽ. അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു റിലാക്സ് ആയിട്ട് ഒരു വ്യക്തി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി റിലാക്സ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി സമാധാനത്തോടെ ഒരു ഉറക്കം എപ്പോഴാണ് ഉറങ്ങാൻ പറ്റുന്നത്? അതായത് അവർക്ക് ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ഇനി ഒരു ടെൻഷനും ഇല്ല. എൻ്റെ ഭാഗ്യത്തിൽ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് അത് അവിടെ എത്താൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും കിട്ടിയാൽ പിന്നെ ഒരു വ്യക്തിക്ക് സമാധാനമായിട്ടൊരു ഉറക്കമുണ്ടാകും. അതേപോലെ നിങ്ങൾക്കും ഒരു സമാധാനമായിട്ട് റിലാക്സായിട്ട് ഒന്ന് ഉറങ്ങാനും ഒന്ന് സമാധാനമായിട്ടിരിക്കാനും സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒക്ടോബർ മന്ത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ, ടെൻഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു 10ൻ്റെ എനർജിയിലാണ് നിങ്ങൾക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ 1ൻ്റെ ആ ഒരു എനർജിയിലേക്ക് പോകുന്നതാണ്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചിന്തകളും ടെൻഷനും എല്ലാം മാറുന്നതാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ 10ൻ്റെ ആ ഒരു എനർജി ആയിരിക്കും കൂടുതലായിട്ടും കാണാൻ സാധിക്കും. കാരണം നിങ്ങളിപ്പോൾ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലല്ലേ. പക്ഷേ 111 എപ്പോഴാണോ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തിയെന്ന്. ഇവിടെ 555ൻ്റെ എനർജിയും ചില ആൾക്കാർ കാണുന്നുണ്ട്. ഈ ഒരു 10 5 കാണുന്നതിൻ്റെ കൂടെ തന്നെ വൈറ്റ് കളർ വസ്ത്രങ്ങളോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുക, വൈറ്റ് കളർ ബട്ടർഫ്ലൈസ്, വൈറ്റ് കളർ ബേർഡ്സ് കാണുന്ന ഇതെല്ലാം ഒരു നല്ല സൂചനയാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഒരു ശാന്തിയും സമാധാനത്തിലേക്ക് പോകുന്നു, ഒരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു. അതിൻ്റെ അർത്ഥമാണ് ആ ഒരു വൈറ്റ് കളർ വസ്ത്രത്തോടും വൈറ്റ് കളർ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതും. ഇവിടെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കി നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ഒരു ബന്ധം ഉണ്ടാവണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. 10 പോർട്ടലെന്ന് പറയുമ്പോൾ ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്ന് തുടങ്ങുന്നതാണ്. അതായത് ഇപ്പോൾ 10 പോർട്ടൽ ഒന്ന് അവസാനിച്ചു, ഇനി 11 പോർട്ടലിലേക്ക് നിങ്ങൾ പോവുകയാണ്. അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയുകയാണ്. അതായത് നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ റിലീസാക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് സമാധാനത്തിലേക്ക്, പീസിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മൈൻഡ് വളരെ റിലാക്സും നല്ല ഒരു പീസും ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നതാണ്. ഇവിടെ 10ൻ്റെ എനർജി നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിൽ 10 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഒരു എൻഡിങ്ങിലോട്ട് പോവുകയാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് നിങ്ങളെ പിറകിലോട്ട് വലിച്ച് എന്താണോ അത് എൻഡ് ആവാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് നല്ലൊരു സമാധാനം വരാൻ റിലാക്സ് വരാൻ പോവുകയാണ്. ഇവിടെ ഒരു പുതിയ തുടക്കം, ഒരു നല്ലൊരു മാറ്റം ഈ ഒക്ടോബർ മന്ത് 10 പോർട്ടലിന് ശേഷം നിങ്ങൾക്കുണ്ടാകും. കൂടാതെ സൂര്യകാന്തി ഫ്ലവർ നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് ആ ഒരു ഫ്ലവർ നിങ്ങൾക്ക് എപ്പോഴും ഫോണിലോ അല്ലാതെ ടി വിയിലോ ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ എന്തോ ഒരു വലിയ കാര്യത്തിന് നിങ്ങൾ ഒരു പരിഹാരം ആഗ്രഹിക്കുകയാണ്, ന്യായം ആഗ്രഹിക്കുകയാണ്. അത് ലീഗൽ ഇഷ്യൂ ആയാലും ഫിനാൻഷ്യൽ ഇഷ്യൂ ആയാലും എന്ത് ഇഷ്യൂ ആയാലും അങ്ങനെ ഒരു കാര്യത്തിനൊരു പരിഹാരം ഈ ഒരു ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ മോശം അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ ദിവസം കഴിയും തോറും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഡനായിട്ട് അതിലൊരു മാറ്റം ഉണ്ടാവുകയും സഡനായിട്ടൊരു ചേഞ്ച്, പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒക്ടോബർ മന്ത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ പരാജയപ്പെട്ടതിൽ നിന്ന് വിജയിക്കുന്നതായിട്ട്, അസഫലത പലപ്പോഴും നേരിട്ട് നിങ്ങൾക്ക് സഫലത നേരിടേണ്ടി വരുന്നു ഒക്ടോബർ മന്ത്. അതായത് ഒത്തിരി പരാജയങ്ങൾ നേരിട്ടു നിങ്ങൾ, ഇനി വിജയമാണ് നേരിടാൻ പോകുന്നത്. ഇവിടെ സൂര്യഭഗവാന് നിങ്ങൾ ജലം അർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട്
ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം സൂര്യഭഗവാനെ നോക്കി ഓം സൂര്യായ നമ അല്ലെങ്കിൽ ഓം ആദിത്യായ നമ ഓം ദിവാകരായ നമ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സൂര്യഭഗവാനോട് പറയുക. ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ചെയ്യുക. നമുക്ക് പീരിയഡ്സ് ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയുള്ള സമയം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുക. അത്രയും നല്ലതാണ്. നമ്മുടെ ലൈഫിലൊരു പ്രകാശം, ഇരുട്ട് മാറി പ്രകാശം കൊണ്ടുവരും സൂര്യഭഗവാൻ. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു മാസം, അതായത് ഒക്ടോബർ മാസം നാളെ തൊട്ട് ചെയ്യാൻ തുടങ്ങുക. ഇവിടെ കണ്ണിൻ്റെ പ്രശ്നമുള്ളവർ, എയർഫോളിൻ്റെ പ്രശ്നമുള്ളവർ, കൂടാതെ നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ്, നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം, അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സൂര്യഭഗവാന്റെ ആ ഒരു ജലം അർപ്പിക്കുന്നത് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ സമയം നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അതേപോലെ നിങ്ങളും പോവുക. ഇവിടെ സമയാസമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ട് എങ്കിൽ ഏഞ്ചൽസ് ഉറപ്പായിട്ടും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ്. ഇവിടെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്യുന്ന ആൾക്കാർ തനിയെ നിങ്ങളുടെ ലൈഫ് വിട്ടു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി തൊട്ട് ആരെങ്കിലും ഡൗട്ടുണ്ട്, ഈ ഒരു വ്യക്തി എൻ്റെ മേൽ മോശം ദൃഷ്ടിയാണ് വച്ചേക്കുന്നത്, ഈ ഒരു വ്യക്തി എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നോക്കി ഈ ഒരു 10 പോർട്ടലിന് ശേഷം ഇവർ സ്വയം നിങ്ങളിൽ നിന്ന് ദൂരെ പോകും. അതാണ് ഞാൻ പറയുന്നത്. സമയം നമ്മുടെ ഫേവർ ആകുമ്പോൾ നമ്മൾ ഒന്നും ആഗ്രഹിക്കാത്തതിന് പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഈ ഒരു മന്ത് നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിരിക്കും, ആലസ്യം ഉണ്ടാവത്തില്ല, വർക്കഹോളിക് ആയിരിക്കും നിങ്ങൾ, അതായത് ഒന്നിനും ഒരു താല്പര്യമില്ല എന്നുള്ള ആ ഒരു നിങ്ങൾ എപ്പോഴും കമൻറ്റിൽ പറയത്തില്ല, എപ്പോഴും ക്ഷീണവും എപ്പോഴും തലകറക്കം, അങ്ങനെ ഒരു ഇത് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 10 പോർട്ടലിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു സമയത്തേന് 2 ജോലി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അത്രമാത്രം നിങ്ങൾക്കൊരു വർക്കഹോളിക്കായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു 10 പോർട്ടലിന് ശേഷം ഒത്തിരി ശ്രദ്ധ, ഏകാഗ്രത ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കൂടാതെ മാരേജിൻ്റെ ഒരു അലയൻസ്, നല്ലൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും 10 പോർട്ടലിന് ശേഷം. എന്തോ വലിയ ഒരു സന്ദേശം ഈ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൻ്റെ ത്രൂ, അല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ലഭിക്കുന്നതായിട്ട്, അപ്പോൾ അങ്ങനെ എന്തോ ഒരു വലിയൊരു സന്ദേശം ഈശ്വരൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു 10 പോർട്ടലിന് ശേഷം. അപ്പോൾ ഇത് ഒരിക്കലും ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ത്രൂവോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി മുഖേനയോ ആയിരിക്കത്തില്ല ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടുതലും സ്വപ്നത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം ലഭിക്കാൻ ചാൻസ്. ഈ ഒരു സ്വപ്നത്തിൻ്റെ ആൻസർ ലഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു കുഞ്ഞു കുട്ടിയിലെ ബേബിയോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയെയോ നിങ്ങൾ സ്വപ്നത്തിൽ കാണും. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഒരു കുഞ്ഞു കുട്ടി, കുഞ്ഞു ബേബി ആയിരിക്കാം, ആ ബേബി നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ സ്വപ്നം കാണുക. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എൻ്റേതായി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണ് എങ്കിൽ ഒക്ടോബർ മന്ത് നല്ലൊരു മാസമാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക, ആക്ഷൻ എടുക്കുക. കാരണം ഈ ഒരു മന്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ശേഷമുള്ള മന്ത് നിങ്ങളിപ്പോൾ ആക്ഷൻ എടുത്തതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് നവംബറും ഡിസംബറും നല്ല രീതിയിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാകാനുള്ള സമയം ഈ ഒരു 10 പോർട്ടലിന് ശേഷം രൂപപ്പെടുന്നതാണ്. ആഗ്രഹങ്ങൾ സാധ്യമാകുന്നു, നിങ്ങളുടെ ആ ഒരു വിഷ് എന്താണോ അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നു. കൂടാതെ നിങ്ങൾ വളരെയധികം വർക്കഹോളിക് ആകും, ഒരേ സമയം 2 ജോലികൾ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇത്രമാത്രം വർക്കഹോളിക് ആകുന്നത് കാരണം നിങ്ങളുടെ മിത്രങ്ങൾ പോലും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുടെ ജോലിയും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ച്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും പ്രൊഫഷണൽ ലൈഫും നമ്മുടെ ആ ഒരു പേഴ്സണൽ ലൈഫും തമ്മിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്ത കാരണം പ്രശ്നത്തെ അനുഭവിക്കുന്നുണ്ട്. അതായത് ഒന്ന് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അടുത്തത് മോശമാകും, അങ്ങനൊരവസ്ഥ. പക്ഷേ ഈ ഒരു 10 പോർട്ടലിന് ശേഷം നിങ്ങൾ എല്ലാം
ടൈം മാനേജ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മഴ സമയത്ത് റെയിൻബോ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ സമയത്ത് ങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലോ ടി വിയിലോ പല പല നിറങ്ങൾ 7 കളേഴ്സിലുള്ള പല പല നിറങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരാൻ പോകുകയാണ്. അതിന് വേണ്ടിയാണ് ഈ ഒരു കളേഴ്സ് കൂടുതലായിട്ടും ഈശോ നിങ്ങൾക്ക് കാണിച്ചു തരണം. റെയിൻബോ കാണുക, ഇല്ലെങ്കിൽ ഫോണിൽ പിക്ചേഴ്സായിട്ട് റെയിൻബോ കാണുക, അതെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. 10 പോർട്ടലിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് സ്വയം നിങ്ങൾക്ക് വിക്ടറിയും ന്യായവും നിങ്ങൾക്ക് നേരെ ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടാവുന്ന ആ ഒരു എനർജിയാണ് 10 പോർട്ടലിൻ്റെ എനർജി. ഒന്നുകിൽ അവസാനം അല്ലെങ്കിൽ ആരംഭം, അങ്ങനെ ഒരു എനർജിയാണ് 10 പോർട്ടലിൻ്റെ എനർജി. അതായത് ഒന്ന് അവസാനിച്ചിട്ടല്ലേ ഒന്ന് ആരംഭിക്കാൻ സാധിക്കത്തുള്ളൂ, അങ്ങനെ ഒരു എനർജി. നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി ഈ ഒരു 10 പോർട്ടലിന് ശേഷം ഒരു സമാധാനം, ഒരു റിലാക്സിലോട്ടും ആയിരിക്കും നിങ്ങളുടെ മനസ്സ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഉറക്കം നേരെയാകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നല്ലതിലോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഫീലാകും. അപ്പോൾ ഒരു റിലാക്സേഷൻ ലഭിക്കും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സ്വപ്നം ഇനി വന്നാലും, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം, ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾ മറന്നു പോകും. പക്ഷേ ഈ ഒരു സ്വപ്നം ഒരിക്കലും മറക്കത്തില്ല. 3-നും 5-നും ഇടയിലുള്ള ടൈമിലായിരിക്കും ഈ ഒരു സ്വപ്നം നിങ്ങൾ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം രാവിലെ എണീച്ച് ദൈവത്തിനോട് നന്ദി പറയും. എന്ത് നല്ല മനോഹരമായിട്ടുള്ള സ്വപ്നമാണ് ദൈവമേ എനിക്ക് നിങ്ങൾ കാണിച്ചു തന്നത് എന്ന്. കൂടാതെ ഒരു പക്ഷേ അതൊന്ന് സത്യമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് നിങ്ങൾ പറയും. ഉറപ്പായിട്ടും അത് സത്യമാകും. അതിന് മുന്നോടിയായിട്ടുള്ളൊരു സൈനാണ് നിങ്ങൾക്ക് ഈ സ്വപ്നത്തിലൂടെ ദൈവം കാണിച്ചു തന്നത്. ഈ ഒരു സ്വപ്നം കണ്ട ദിവസം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഒരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന്. സത്യം, ഇതൊരു മിറാക്കിൾ തന്നെയാണ്. ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. ഒക്ടോബർ മന്ത് നിങ്ങൾ കൂടുതലായിട്ടും ഷോപ്പിംഗ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എവിടെയാണോ പൈസയുടെ ആവശ്യം വേണ്ടത് അവിടെ മാത്രം പൈസ ചിലവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കരുത് ഈ ഒരു ഒക്ടോബർ മന്ത്. നമ്മൾ ധനത്തിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയാൽ ധനം കൂടുതലായിട്ടും നമുക്ക് കിട്ടുകയേ ചെയ്യത്തുള്ളൂ. ധനം, ഇമോഷൻസ്, ടൈം, ഒരു വ്യക്തി, ഇതിനെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കണം. ഈ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് നല്ല ഒരു ഇതായിരിക്കും തിരികെ ലഭിക്കുന്നത്. സമയം ഒരിക്കലും നമ്മൾ വിട്ട് കളയാൻ പാടില്ല. വാല്യൂ കൊടുക്കണം. മനുഷ്യനും വാല്യൂ കൊടുക്കണം, ഇമോഷൻസിനും വാല്യൂ കൊടുക്കണം, ധനത്തിനും വാല്യൂ കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു 10 പോർട്ടലിന് ശേഷം സ്വയം നിങ്ങൾ ആ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സ്വയം ആ ഒരു മനസ്സ് തോന്നും മെഡിറ്റേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. 10 പോർട്ടലിന് ശേഷം നിങ്ങളുടെ കൈകൾക്ക് എന്തോ ഒരു പവർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീലാകും. കൂടാതെ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൻ്റെ ലെവൽ വളരെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 10 പോർട്ടലിന് ശേഷം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ നിമിഷം കഴിയുമ്പോഴും നിങ്ങളുടെ എനർജി ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 10 പോർട്ടലിന് ശേഷം പല ഉപായങ്ങളും മനസ്സിൽ വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഒരു ആകർഷണക്ഷമത കൂടുതലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു 10 പോർട്ടലിന് ശേഷം. വീനസ് ഗ്രഹം നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്, അതായത് ശുക്ര ഭഗവാൻ. ചില ആൾക്കാർക്ക് ലോട്ടറി അടിക്കുമ്പോൾ പറയത്തില്ലേ ശുക്രൻ ഭാഗ്യത്തിൽ ഉദിച്ചു എന്ന്. ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ലേഡീസിൻ്റെ കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മയുടെയെന്നോ അല്ലെങ്കിൽ അനിയത്തിയുടെയെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളുള്ള ഏതെങ്കിലും ലേഡീസിൻ്റെയെന്നോ, ഇനി നിങ്ങൾ ജെൻസാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെന്ന് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങളുടെ വൈഫുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, അവിടെ നിങ്ങൾക്കൊരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വൈഫിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി വർക്ക് സ്ഥലത്ത് ഏതെങ്കിലും ലേഡി നിങ്ങളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ആ ഒരു ലേഡിയുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളെ ദേഷ്യത്തോടെ കാണുകയല്ല, സ്നേഹത്തോടെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും.
രണ്ടാം പോർട്ടലിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ആഗമനം കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ജോബ് ഇല്ലാത്തവരാണെങ്കിൽ ജോബ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ലാഭം പൈസയുടെ ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഫ്രൈഡേയുടെ ഡേയുടെ അന്നായിരിക്കും. അതായത് ഫ്രൈഡേ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പൈസയുടെ ലാഭം ലഭിക്കുന്നത്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കണേ. കാരണം വെള്ളിയാഴ്ച ശുക്ര ഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ അന്നാണ് നിങ്ങൾ കൂടുതലായിട്ടും ലക്ഷ്മി ദേവിയുടെ ദിവസവും കൂടെയാണ്. അപ്പോൾ അന്നായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല എങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വേറെ എല്ലാ ദിവസത്തെയും കാട്ടി വെള്ളിയാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിൽ ദിവസം പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് നടക്കും. അപ്പോൾ അഫർമേഷൻസ് പറയാൻ മറക്കരുത്. ഞാൻ ഇന്നലത്തെ റീഡിങ്ങിലും പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ അത് വിചാരിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് പറയുക. ഇവിടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്കാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് എന്ത് പറഞ്ഞാലും അത് വലിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ചിന്തിക്കുന്ന കാര്യം വലിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ നല്ലത് മാത്രമാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ മോശം ചിന്തിച്ചവർ ഇപ്പോൾ നല്ലതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞാനൊരു വലിയ നന്ദി പറയുന്നു. കാരണം നിങ്ങളെക്കുറിച്ചെങ്കിലും നിങ്ങൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഇവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നല്ലതുപോലെ ഉണ്ട്. അഫർമേഷൻ പറയുന്നത് ഫലിക്കുമെങ്കിൽ പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഫലിക്കാതിരിക്കും, ഉറപ്പായിട്ടും ഫലിക്കും. കൂടാതെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതായത് എന്തോ ഒരു കാര്യം ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത് 55ക്ക് മുകളിൽ ഏജുള്ള ഒരാളുടെ സപ്പോർട്ട്, അതായത് അവരുടെ ആ ഒരു വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടി വിയിലായാലും എന്തായാലും ഈ 55 ഏജിന് പുറത്തുള്ള ആൾക്കാർ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അവരുടെ വാക്കുകൾ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ഐഡിയ നിങ്ങൾക്ക് അവരിൽ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ശ്രദ്ധിക്കുക അത്. ഇപ്പോൾ പുരുഷനായിരിക്കും, വയസ്സായ ആളായിരിക്കും. ഒരു 10 പോർട്ടലിൻ്റെ ഒരു ആശീർവാദമായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുക. ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്തോ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ഒരു ചിന്ത അത് തന്നെയാണ് നമ്മുടെ ലൈഫിനെ പോലും മാറ്റുന്നത്. വെള്ളം എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പോൾ ആ ഒരു ആൾക്ക് അപ്പോഴുണ്ടായ ആ ഒരു ചിന്ത, ആ ഒരു കല്ലിനെ കുറിച്ച് ഓർമ്മ വന്നു. പെട്ടെന്ന് ആ ഒരു കല്ലെടുത്ത് അയാൾ റെഡിയാക്കി എടുത്ത് അതിലൂടെ അയാൾക്ക് വലുതാവാൻ സാധിച്ചില്ല. ആ ഒരു ചിന്തയാണ് അയാളെ അതിലേക്ക് കൊണ്ടുപോയത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഒരു നെഗറ്റിവിറ്റിക്കും ആ ഒരു ക്രിയേഷനിൽ നിങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇവിടെ ചില ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. 70% ഒരു ആക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ 30% ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത്. ഇനി നിങ്ങളുടെ ബുദ്ധി അത് വളരെ ഷാർപ്പാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി ആർക്കും നിങ്ങളെ ചതിയിൽ വീഴ്ത്താൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ചക്രാസ് ബാലൻസിൽ വരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്വപ്നം കണ്ടാലും അതിൽ ഓർമ്മ ഉണ്ടാവുന്നത്. ഓർമ്മയില്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് ചക്രാസ് ബാലൻസ് അല്ല എന്ന് പറയാം. പക്ഷേ ഓർമ്മ ഉണ്ടാവുന്നത് നിങ്ങളുടെ ചക്രാസ് ബാലൻസിലായതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം സന്തോഷത്തോടെ കണ്ണാടിയിൽ നോക്കി ചിരിക്കും. അതായത് ഇതിനു മുമ്പായത് നിങ്ങൾ ഇത്രയും സന്തോഷത്തിൽ കണ്ണാടി നോക്കി ചിരിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ കണ്ണാടി നോക്കി ചിരിക്കും. കാരണം അത്രമാത്രം ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം, എൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല അത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 10 പോർട്ടലിന് ശേഷം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട്, എൻ്റെ ആരോഗ്യം എനിക്ക് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തരാതെ നിങ്ങളെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾക്കൊരു റെസ്പെക്റ്റും തരാത്തൊരു വ്യക്തി, ആ ഒരു വ്യക്തി ഈ ഒരു 10 പോർട്ടലിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
വ്യക്തി ഒത്തിരി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഒരു വ്യക്തി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ അഹങ്കാരം എല്ലാം പോയി എന്ന്. കാരണം ഒരു വ്യക്തി അഹങ്കാരത്തിൽ സംസാരിക്കുമ്പോഴും അല്ലാതെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തോന്നി ഇവരുടെ ലൈഫിൽ എന്തോ സംഭവിച്ചു, അതാണ് ഇവരുടെ അഹങ്കാരം എല്ലാം നശിച്ചത് എന്ന്. ഇവിടെ ദീപാവലിക്ക് അടുത്തോ അല്ലെങ്കിൽ ദീപാവലി ശേഷമോ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ലഭിക്കുന്നതാണ്. വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നതായിരിക്കാം. എന്തായാലും ദീപാവലിക്ക് അടുത്തല്ലെങ്കിൽ ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സന്തോഷ വാർത്ത ലഭിക്കും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.